മോഹൻലാൽ മമ്മൂട്ടി മലയാള സിനിമയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ മോഹൻലാലിനെ മമ്മൂട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല അല്ലേ. അവരുടെ രണ്ട് ചിത്രത്തെ പറ്റിയാണ് ഒരു പഠനം. ഒരു ചിത്രം ബബ്ബ എന്ന ചിത്രം മോഹൻലാൽ കാമിയായിട്ട് അഭിനയിച്ച ചിത്രം ദിലീപിൻ്റെ ചിത്രമായിരുന്നു. വളരെ ഹൈപ്പിൽ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് ഭയങ്കര ഹൈപ്പ് കൂടിയ ചിത്രമായിരുന്നു. ആദ്യ ദിനത്തെ കളക്ഷനൊക്കെ ഏകദേശം 15 കോടിയൊക്കെ നേടിയ ചിത്രമായിരുന്നു. പക്ഷേ വളരെയധികം നെഗറ്റീവ് ഈ ചിത്രത്തെ നേടി എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യ ഷോട്ട് മുതൽ തീരുന്നിടം വരെ നെഗറ്റീവായിരുന്നു. അതാണ് സോഷ്യൽ മീഡിയ ഇതിന് കൊടുത്ത ഒരു അംഗീകാരം എന്ന് പറയുന്നത്. ചിത്രത്തെ പറ്റി പോസിറ്റീവ് പറഞ്ഞു വെക്കുന്നത് വളരെ കുറവായിരുന്നു. എങ്കിൽ പോലും അതിനനുസരിച്ചുള്ള കളക്ഷൻ അല്ല ഇതിന് കിട്ടിയത്. അതിനേക്കാൾ അല്പം മുകളിലുള്ള കളക്ഷൻ ഈ ചിത്രത്തിന് നേടാൻ പറ്റി. ഏകദേശം ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം നേടുന്ന കളക്ഷന് ഈ ചിത്രം നേടാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ കളക്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഏകദേശം 46-47 കോടിയിലേക്ക് ഈ ചിത്രത്തിൻ്റെ കളക്ഷൻ എത്തി. 50 കോടി എത്തിയില്ല എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. ഈ ചിത്രം ഇത്രയും നെഗറ്റീവ് ഉണ്ടായിട്ടും, പ്രത്യേകിച്ച് ദിലീപുമായിട്ട് ബന്ധപ്പെട്ട ഒരു വശത്ത് ദിലീപിൻ്റെ ചിത്രം എങ്ങനെയും പൊട്ടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നെഗറ്റീവുമായിട്ട് ഒരു വശം ആൾക്കാർ, പിന്നെ ചിത്രത്തെ പറ്റി വളരെയധികം നെഗറ്റീവ് അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയ പകർന്നു. അതൊന്നും ചിത്രത്തിൻ്റെ കളക്ഷനെ ഒരു പരിധിവരെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് ഏകദേശം 30-35 കോടിയായിരുന്നു. 45 കോടിക്ക് മുകളിൽ ഈ ചിത്രം കളക്ട് ചെയ്തു. എന്നാലും OTT നല്ല തുകയ്ക്ക് തന്നെയാണ് വിറ്റ് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. അങ്ങനെ ഈ ചിത്രം ലാഭമല്ലെങ്കിലും മുടക്കുമുതൽ തിരിച്ചു പിടിക്കാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. അന്ന് ഏറ്റവും കൂടുതൽ എല്ലാവരും ട്രോൾ ചെയ്യുക ഒരു കഥാപാത്രമായിരുന്നു മോഹൻലാലിൻ്റെ കഥാപാത്രം. മോഹൻലാലിൻ്റെ കാമിയോ, എന്തിന് അദ്ദേഹം ഇങ്ങനെ അഭിനയിക്കുന്നു എന്നൊക്കെ ആയിരുന്നു പലരും ചോദിച്ചത്. ഞാൻ ഈ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ബബ്ബ എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ കാമിയം കൂടി ഉള്ളെങ്കിൽ ഒരുപക്ഷെ 25 കോടിയിലൊക്കെ ചെന്ന് നിന്നേനെ ഇതിൻ്റെ കളക്ഷൻ. ആ കാമിയോ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ പ്രസൻസ് ഈ ചിത്രത്തിന് 45 കോടിയൊക്കെ എത്താൻ വേണ്ടി സഹായിച്ചു എന്നുള്ളതാണ്. മറുവശം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ചത്താപ്പച്ച എന്ന മമ്മൂട്ടി കാമിയായിട്ടെത്തിയ ചിത്രം. ഈ ചിത്രത്തിനെ പറ്റി മമ്മൂട്ടിയുടെ കഥാപാത്രം ഒഴിച്ച് ബാക്കിയെല്ലാം പോസിറ്റീവായിരുന്നു. ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് മമ്മൂട്ടിയുടെ കാമിയയെ പറ്റി വളരെയധികം ഹൈപ്പിൽ നിന്നു. പക്ഷേ ചിത്രം ഇറങ്ങിക്കഴിഞ്ഞിട്ട് മമ്മൂട്ടിക്ക് ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ വയ്യ, മമ്മൂട്ടിയുടെ കഥാപാത്രമാണ് വളരെ മോശമായിട്ട് അഭിനയിച്ചത് എന്നാണ് ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞത്. പക്ഷേ ഈ ചിത്രത്തെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയ വാൾട്ടർ എന്ന് പറയുന്ന മമ്മൂട്ടി കഥാപാത്രം ഒഴിച്ച് ബാക്കിയെല്ലാം പോസിറ്റീവായിട്ട് വന്ന ഒരു ചിത്രമായിരുന്നു. സോഷ്യൽ മീഡിയ അതിനനുസരിച്ച് അഭിപ്രായപ്പെടുകയും ചെയ്തു. പക്ഷേ ചിത്രത്തിൻ്റെ കളക്ഷനെ ഇതൊന്നും ബാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ കാണുന്നത്. മറുവശത്ത് ഒത്തിരി നെഗറ്റീവ് വന്നിട്ടും കളക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിൽ നിൽക്കുന്നു. മറ്റൊരു ചിത്രം പോസിറ്റീവ് വന്നിട്ടും നമ്മൾ പ്രതീക്ഷിച്ച കളക്ഷൻ എത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് ഈ രണ്ട് ചിത്രങ്ങളും തമ്മിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചത്താപ്പച്ചയുടെ കളക്ഷൻ ഇപ്പോഴും 35 കോടി കടന്നിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഒരു കാരണവശാലും ബബ്ബ എന്ന ചിത്രത്തിൻ്റെ കളക്ഷനിൽ അടുത്ത് പോലും എത്താൻ ചത്താപ്പച്ചയ്ക്ക് കഴിയത്തില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. ഒരുപക്ഷെ മമ്മൂട്ടിയുടെ കഥാപാത്രം വാൾട്ടർ എന്ന് പറയുന്ന കഥാപാത്രം ഇതിനകത്ത് ഇല്ലായിരുന്നുവെങ്കിലും 35 കോടി എങ്കിലും ഈ ചിത്രം കളക്ട് ചെയ്തേനെ. അത് വളരെയധികം നെഗറ്റീവായി പോയി എന്നുള്ളതാണ് ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം. ഈ രണ്ട് വ്യക്തികൾ രണ്ട് ചിത്രങ്ങളിൽ കാമിയായിട്ട് വന്നപ്പോൾ ആ ചിത്രത്തിനുണ്ടായ നേട്ടങ്ങൾ അല്ലെങ്കിൽ കോട്ടങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഞാനിത് പറയുമ്പോൾ പലർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. മോഹൻലാലിൻ്റെ കാമിയായിട്ട് വന്നപ്പം ബബ്ബ എന്ന ചിത്രം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിമർശിക്കാനും പരിഹസിക്കാനും ഒക്കെ എന്തായിരുന്നു. മമ്മൂട്ടിയുടെ വീഡിയോകളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചില ചാനലുകൾ മണിക്കൂറിന് മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ പുച്ഛിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേയിരുന്നു. അപ്പം ഉടൻ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ തിരിച്ചു പണി കിട്ടും എന്ന് അവർ വിചാരിച്ചില്ല. ചത്താപ്പച്ച വന്നു കഴിഞ്ഞപ്പം വാൾട്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു വഴിക്ക് കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പിന്നെ പ്രയോഗിച്ചത്. അന്നേരവും ചിലരൊക്കെ ന്യായീകരണമായിട്ട് എത്തിയത് മമ്മൂട്ടിക്ക് വയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ അഭിനയിച്ചത്, ആവുമായിരുന്നെങ്കിൽ മമ്മൂട്ടി ഇതിലും മികച്ച കഥാപാത്രമായിട്ട് അഭിനയിച്ചേനെ എന്നൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ചത്താപ്പച്ചയും ബബ്ബയും നമ്മൾ തുലനം ചെയ്യുമ്പോൾ കളക്ഷൻ്റെ കാര്യത്തിൽ ബബ്ബ തന്നെയാണ്
മികച്ചു നിന്നത്. ചിത്രത്തിൻ്റെ അഭിപ്രായത്തിൻ്റെ കാര്യത്തിൽ ചത്താപ്പച്ച മികച്ചു നിൽക്കുന്നതും നമ്മൾ കണ്ടു. പക്ഷേ അഭിപ്രായം മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലേ. മുടക്കിയ മുതൽ തിരിച്ചു പിടിക്കാനും കൂടെ ചിത്രത്തിന് കഴിഞ്ഞില്ലെങ്കിലുണ്ട് സിനിമ ബഹുമാനം തന്നെ നഷ്ടപ്പെട്ടു പോകും. അതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. എല്ലാവർക്കൊക്കെ ഇത് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതാണല്ലോ ചിലവരുടെയൊക്കെ ശീലം. ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം.